ഏഴാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ ഫസ്റ്റ് ചാപ്റ്ററായ ഹൗ ഫാർ ഈസ് ദ റിവർ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ എക്സ്പ്ലനേഷനാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ പാഠം എഴുതിയിട്ടുള്ളത് റസ്കിൻ ബോണ്ട് എന്ന് പറയുന്ന ഒരു എഴുത്തുകാരനാണ്. അപ്പോൾ പാഠത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ലെറ്റ്സ് റീഡ് നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഹിയർ ഈസ് എ ബോയ് ഹൂ സെറ്റ്സ് ഔട്ട് ഓൺ എ ട്രിപ്പ് ടു അപ്രിഷിയേറ്റ് ദ ബ്യൂട്ടി ഓഫ് നേച്ചർ. വേർ ഡസ് ഹി ഗോ? വാട്ട് ഡസ് ഹി സീ ദെയർ? ഹൗ ഡസ് ഹി ഫീൽ? ലെറ്റ്സ് ഫൈൻഡ് ഔട്ട്. അപ്പോൾ പ്രകൃതിയുടെ മനോഹാരിത കാണാൻ വേണ്ടി ഒരു ട്രിപ്പിലായിട്ട് പോകുന്ന ഒരു ബോയുടെ കഥയാണ് ഇവിടെ ഉള്ളത്. അവൻ എവിടെയാണ് പോകുന്നത്? അവിടെ അവൻ എന്തൊക്കെയാണ് കാണുന്നത്? അവൻ എന്തൊക്കെ ഫീലിംഗ് ആണ് അവിടെ നിന്ന് കിട്ടുന്നത്? അതാണ് നമുക്കിവിടെ പഠിക്കേണ്ടത്. Between the boy and the river stood a mountain. The boy was young and the river was small, but the mountain was big. ബോയിയുടെയും റിവറിൻ്റെയും ഇടയ്ക്കായിട്ട്, ബിറ്റ്വീൻ എന്ന് വെച്ചാൽ ഇടയ്ക്കായിട്ട് ഒരു മൗണ്ടെയിൻ ഉണ്ട്. ബോയ് യങ് ആണ്, ബോയ് വളരെ ചെറുപ്പമാണ്. റിവർ സ്മോൾ ആണ്, പക്ഷെ മൗണ്ടെയിൻ എങ്ങനെയാണ്? വളരെ ബിഗ് ആണ്. ദ തിക്ലി ഫോറസ്റ്റഡ് മൗണ്ടെയിൻ ഹിഡ് ദ റിവർ, ബട്ട് ദ ബോയ് ന്യൂ ഇറ്റ് വാസ് ദെയർ. വളരെയധികം കാട് പിടിച്ച് കിടക്കുന്ന ആ മൗണ്ടെയിൻ, ആ മല, ആ റിവറിനെ അവിടെ നിന്നും ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ഹിഡ് എന്ന് വെച്ചാൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. പക്ഷേ ആ ബോയ്ക്ക് അറിയാം അത് അവിടെ ഉണ്ടെന്ന്. He had never seen the river with his own eyes, but from the villagers he had heard of it, of the fish in its waters and of its rocks. He wished to touch the water and know it personally. തൻ്റെ കണ്ണുകൊണ്ട് ഒരിക്കലും താൻ ആ റിവറിനെ ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷേ വില്ലേജിൽ താമസിക്കുന്ന ആൾക്കാരിൽ നിന്നും അയാൾ എന്ത് കേട്ടിട്ടുണ്ട്? ആ കുട്ടി എന്ത് കേട്ടിട്ടുണ്ട്? ആ റിവറിലുള്ള ഫിഷിനെയും വാട്ടറിനെയും റോക്കിനെയും കുറിച്ച് കേട്ടിട്ടുണ്ട്. ആ വാട്ടറിനെ അവന് ടച്ച് ചെയ്യാനെന്ന് വളരെ ആഗ്രഹമുണ്ട്. ആ വാട്ടറിനെ തൊട്ട് നോക്കണമെന്ന് ആ കുട്ടിക്ക് വളരെയധികം ആഗ്രഹമുണ്ടെന്നാണ് ഇവിടെ പറയുന്നത്. He stood in front of his house on the hill opposite to the mountain and gazed across the valley dreaming of the river. റിവറിനെയും സ്വപ്നം കണ്ടുകൊണ്ട് മൗണ്ടൈന് ഓപ്പോസിറ്റായിട്ട് നിൽക്കുന്ന ഹില്ലിൽ, ഒരു കുന്നിൽ തൻ്റെ വീട്ടിൽ ആ ബോയ് നിൽക്കുകയാണ്. എന്നിട്ട് ആ കുന്നിലോട്ട്, ആ വാലി എന്ന് വെച്ചാൽ താഴ്വരയിലോട്ട് ബോയ് നോക്കുകയാണ്. He was about 12 years old, a sturdy boy with untidy black hair and shining black eyes. He had fine features and a clean brown skin, but his hands and feet were rough and scratched. അവന് 12 വയസ്സാണുള്ളത്. അവനൊരു സ്റ്റേഡി ബോയ് എന്ന് വെച്ചാൽ സ്ട്രോങ് ബോയ് ആണ്. പിന്നെ അവന് അൺടൈഡി ബ്ലാക്ക് ഹെയർ എന്ന് വെച്ചാൽ ചീകി ഒതുക്കാത്ത തലമുടി എന്നാണ് പറയുന്നത്. പിന്നെ ഷൈനിങ് ബ്ലാക്ക് ഐസ്, നല്ല തിളങ്ങുന്ന കറുത്ത കണ്ണുകൾ. ഹി ഹാഡ് ഫൈൻ ഫീച്ചേഴ്സ് ആൻഡ് എ ക്ലിയർ ബ്രൗൺ സ്കിൻ. അവൻ നല്ലൊരു ഫൈൻ ഫീച്ചേഴ്സ് എന്ന് വെച്ചാൽ അവന് ആരോഗ്യപരമായിട്ട് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, പോലെ നല്ലൊരു ബ്രൗൺ സ്കിൻ ആണുള്ളത്. ആൻഡ് ഹിസ് ഹാൻഡ്സ് ആൻഡ് ഫീറ്റ് വെയർ റഫ് ആൻഡ് സ്ക്രാച്ച്ഡ്. അവൻ്റെ കൈയും കാലും വളരെ പരുക്കനും. സ്ക്രാച്ച് എന്ന് വെച്ചാൽ ചെറിയ ചെറിയ മുറിവുകളും ഉള്ളതെന്നാണ് പറയുന്നത്. സ്ക്രാച്ച് എന്ന് പറഞ്ഞാൽ മുറിവുകളെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ചെറിയ ചെറിയ വരകളും കുറികളും ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. He was barefooted, not because he couldn't afford shoes, but because he liked the feel of warm stones and cool grass. അവൻ കാലിൽ ചെരുപ്പിടാതെയാണ് നടക്കുന്നത്. പക്ഷെ അതിന് കാരണം അവന് പണമില്ലെന്നല്ല, അതായത് ചെരുപ്പ് വാങ്ങാൻ അവന് കഴിവില്ലെന്നല്ല. അവൻ നടക്കുന്ന സമയത്ത് ചെറിയ കല്ലുകളിലുള്ള ചൂടും പിന്നെ ഗ്രാസിലുള്ള തണുപ്പും അവന് ഫീൽ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. It was 11 o'clock and he knew his parents wouldn't return home till evening. ഇപ്പോൾ സമയം രാവിലെ 11 മണി. അവൻ്റെ പാരൻസ് വൈകിട്ടാവുമ്പോഴേക്ക് മാത്രമാണ് വീട്ടിൽ വരുന്നത്. അതിനു മുമ്പേ വീട്ടിൽ വരുന്നില്ലെന്ന് അവൻ അറിയാമായിരുന്നു. There was a loaf of bread he could take with him, and on the way he might find some fruits. പോകുന്ന വഴിക്ക് കുറച്ച് ഫ്രൂട്ട്സ് കിട്ടുമെന്ന് വിചാരിച്ചു അവൻ. പോരാത്തതിന് അവൻ്റെ കയ്യിൽ എന്തോന്നുണ്ട്? ഒരു ലോഫ് ഓഫ് ബ്രെഡ് എന്ന് വെച്ചാൽ ഒരു കഷ്ണം ബ്രെഡും അവനുണ്ട്. അതായത് അവൻ എവിടെയോ പോകാനുള്ള തയ്യാറെടുപ്പിലെന്നാണ് ഇവിടെ പറയുന്നത്. Here was the opportunity he had waited for. ഇതാണ് അവൻ ഇത്രയും കാലം കാത്തിരുന്ന ആ ഒരു അവസരം. His mother and father had gone to visit relatives for the entire day and had left him on his way. അവൻ്റെ അച്ഛനും അമ്മയും അവൻ്റെ റിലേറ്റീവ്സിനെ, ബന്ധുക്കളെ കാണാൻ വേണ്ടി അന്നേ ദിവസം മൊത്തം പുറത്തു പോയിരിക്കുകയാണ്. അവനെ ഒറ്റയ്ക്കാക്കിയിട്ടാണ് അവർ പോയത്. If he came home before dark, before they returned, they wouldn't know where he would be. രാത്രി ആവുന്നതിന് മുമ്പേ, അതായത് അവർ തിരിച്ചു വരുന്നതിന് മുമ്പേ ഇവൻ പോയിട്ട് തിരിച്ചു വന്നാൽ അവൻ എവിടെ പോയെന്ന് അവർക്കൊരിക്കലും മനസ്സിലാകില്ലെന്നാണ് ഇവിടെ പറയുന്നത്. He went into the house and unwrapped the loaf in a newspaper. Then he closed all the doors and windows. അവൻ വീട്ടിൻ്റെ അകത്തോട്ട് പോയിട്ട് ആ ലോഫ് ബ്രെഡ് ആ ബ്രെഡിനെ ഒരു ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞു. റാപ്പിഡ് എന്ന് വെച്ചാൽ പൊതിഞ്ഞു എന്നാണ് പറയുന്നത്. എന്നിട്ട് എന്തോ ചെയ്തു? എല്ലാ ഡോറും വിൻഡോയും അവൻ അടച്ചു. അപ്പം അവൻ എന്താ പറയുക, സാധാരണ വീടിനെ പരിപാലിക്കുന്ന ഒരു കുട്ടിയെന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ടാണ് ഡോറും വിൻഡോസും എല്ലാം അടച്ചിട്ട് അവൻ പോകുന്നത് ഇവിടെ കൊടുത്തിട്ടുള്ളത്. The path to the river dropped steeply into the valley, then rose and went round the big mountain.
റിവറിലോട്ടുള്ള വഴി വളരെ സ്റ്റീപ്പാണ്. ഓക്കെ, റിവറിലോട്ട് പോകാൻ ആദ്യം വാലിയിലോട്ട് പോകണം. വാലിയിലോട്ടുള്ള വഴി സ്റ്റീപ്പ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, സ്റ്റീപ്പ് എന്ന് വെച്ചാൽ ഇറക്കമുള്ളതാണ് പറയുന്നത്, വാലി താഴ്വാരം. എന്നിട്ട് റോസ് എന്ന് വെച്ചാൽ പൊക്കമുള്ള വഴിയാണെന്നാണ് പറയുന്നത്. എന്നിട്ട് എന്താണ്, വെൻ റൗണ്ട് ദ ബിഗ് മൗണ്ടൻ, ആ വലിയ മൗണ്ടനെ ചുറ്റി വേണം പോകാൻ. അപ്പോൾ ആദ്യം ഇറക്കം, പിന്നെ കയറ്റം, പിന്നെ വളവ്. It was frequently used by the villagers, the woodcutters, milkmen and the mule drivers, but there were no villagers beyond the mountain or near the river. ഈ വഴി സാധാരണയായിട്ട് ഫ്രീക്വൻ്റ്ലി എന്ന് വെച്ചാൽ സാധാരണയായിട്ട് വില്ലേജിലുള്ള ആൾക്കാർ ഉപയോഗിക്കുന്നതാണ്. ആരൊക്കെയെന്ന് വെച്ചാൽ വുഡ് കട്ടർ മരം വെട്ടുകാരൻ, മിൽക്ക് മാൻ എന്ന് വെച്ചാൽ പാൽക്കാരൻ, പിന്നെ മ്യൂൾ ഡ്രൈവർ എന്ന് വെച്ചാൽ ഈ കാളവണ്ടി കഴുതവണ്ടി ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. ഓക്കെ, പക്ഷേ വില്ലേജ് കഴിഞ്ഞ് മൗണ്ടൈൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആരും കാണില്ല. റിവറിൻ്റെ അടുത്താണെങ്കിൽ പിന്നെ ആരും കാണാനേ പറ്റില്ല. The boy passed a woodcutter and asked him how far it was to the river. The woodcutter was a short but powerful man with a creased and withered face and muscles that stood out in hard, ugly lumps. അപ്പോൾ നടന്നു പോകുന്ന വഴിക്ക് ബോയ് ഒരു വുഡ്കട്ടറിനെ കണ്ടു. വുഡ്കട്ടറിനോട് ബോയ് ചോദിച്ചു റിവറിലേക്ക് എത്ര ദൂരമുണ്ടെന്ന്. അടുത്ത വുഡ്കട്ടറിനെ കുറിച്ചാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വുഡ്കട്ടർ ഒരു ഷോർട്ട്, പൊക്കം കുറഞ്ഞ, ഒരു പവർഫുൾ ആയിട്ടുള്ള ശക്തനായ ഒരാളായിരുന്നു. അദ്ദേഹത്തിൻ്റെ മുകളിൽ കുറച്ച് ക്രീസ്റ്റും വിതേഡ്, ക്രിസ്റ്റ് എന്ന് വെച്ചാൽ ചെറിയ മുറിവുകളും കാര്യങ്ങളൊക്കെയാണ്. അതായത് വുഡ്കട്ടറില്ലേ മരം വെട്ടുന്ന സമയത്ത് എന്തെങ്കിലും സംഭവിച്ചതാവാം. പിന്നെ അതിൽ നല്ല മസിൽസ് ഉണ്ട്. മസിൽസ് എങ്ങനെയാണെന്ന് വെച്ചാൽ അയാളുടെ കയ്യിൽ അഗ്ലി ലംസ് എന്ന് വെച്ചാൽ ഒരു കൂന പോലെ തള്ളി നിൽക്കുന്ന മസിൽസ് എന്നാണ് പറയുന്നത്. അതായത് ശക്തൻ എന്നാണ് പറയുന്നത്. മിസ്റ്റർ ഇന്ത്യ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. 7 miles he said, which was fairly accurate. അപ്പോൾ എത്ര ദൂരമെന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു 7 മൈൽ എന്നാണ് പറഞ്ഞത്. അതൊരു ഫെയർലി ആക്യുറേറ്റ് എന്ന് വെച്ചാൽ ഏകദേശം കൃത്യമായിട്ടുള്ള ഒരു ഉത്തരമാണ്. വൈ ഡു യു വാണ്ട് ടു നോ? എന്നിട്ട് അയാൾ ചോദിച്ചു ഇത് എന്തിനാണ് നിനക്ക് അറിയാൻ ആഗ്രഹം? ഐ ആം ഗോയിങ് ടു ദ റിവർ സെഡ് ദ ബോയ്. ബോയ് പറഞ്ഞു ഞാൻ ഒറ്റയ്ക്കല്ല, ഞാൻ റിവറിനെ കാണാൻ പോവുകയാണ്. അപ്പോൾ അയാൾ ചോദിച്ചു എലോൺ എന്ന് വെച്ചാൽ ഒറ്റയ്ക്കാണോ എന്ന് ചോദിച്ചു. ബോയ് പറഞ്ഞു ഓഫ് കോഴ്സ്, അതെ. ബട്ട് ഇറ്റ് ഈസ് ടു ഫാർ, ഇറ്റ് വിൽ ടേക്ക് യു 3 hours ടു റീച്ച് ദെയർ ആൻഡ് ദെൻ യു ഹാവ് ടു കം ബാക്ക്. ഇറ്റ് വിൽ ബി ഗെറ്റിംഗ് ഡാർക്ക്. ബിസൈഡ്സ് ഇറ്റ് ഈസ് നോട്ട് ആൻ ഈസി റോഡ്. അപ്പോൾ അയാൾ പറഞ്ഞു അത് ഒരുപാട് ദൂരെയാണ്, നിനക്ക് അവിടെ എത്തിച്ചേരണമെങ്കിൽ ഏകദേശം 3 മണിക്കൂർ എടുക്കും. പോരാത്തതിന് നിനക്ക് തിരിച്ചു വരാൻ വേണം. തിരിച്ചു വരുന്ന സമയത്ത് എന്തായിരിക്കും, രാത്രിയാകും. പോരാത്തതിന് അതൊരു ഈസി റോഡല്ല. അപ്പോൾ 11 മണിക്കാണ് അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്, നമ്മുടെ ബോയ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അവിടെ നിന്ന് ഏകദേശം 3 മണിക്കൂർ വേണം ആ റിവറിൻ്റെ അടുത്തേക്ക് പോകാൻ. തിരിച്ചു വരാൻ 3 മണിക്കൂർ വേണം, അതായത് 6 മണിക്കൂർ. അപ്പോൾ 11ൻ്റെ കൂടെ നമ്മൾ 6 കൂട്ടുകയാണെങ്കിൽ ഏകദേശം ഒരു 5 മണി 6 മണിയോട് അടുപ്പിച്ച് അവൻ തിരിച്ചെത്തും. അപ്പോഴേക്ക് എന്തായാലും ഇരുട്ടും. അതായത് ഇയാൾ പറഞ്ഞത് ശരിയാണ്. ബട്ട് ഐ ആം എ ഗുഡ് വാക്കർ സെഡ് ദ ബോയ് തോ ഹി ഹാഡ് നെവർ വാക്ക്ഡ് ഫർദർ ദാൻ ദ മൈൽ ഫ്രം ഹിസ് ഹൗസ് ടു ഹിസ് സ്കൂൾ. ബോയ് അയാളോട് പറയുകയാണ് ഞാനൊരു ഗുഡ് വാക്കർ എന്ന് വെച്ചാൽ നല്ല നടത്തക്കാരനെന്നാണ് പറഞ്ഞത്. പക്ഷെ അവൻ പറഞ്ഞ ഒരു കള്ളമാണ്. കാരണം അവൻ അടുത്ത സെന്റൻസിൽ പറയുന്നുണ്ട് ഹി ഹാഡ് നെവർ വാക്ക്ഡ് ഫർദർ ദാൻ ദ മൈൽ ഫ്രം ഹിസ് ഹൗസ് ടു ഹിസ് സ്കൂൾ. തൻ്റെ വീട്ടിൽ നിന്ന് സ്കൂളിലേക്കുള്ള ദൂരമായ 1 മൈലിന് കൂടാതെ, അതായത് 1.6 കിലോമീറ്റർ അടുപ്പിച്ച് വരുന്നു, ആ ഒരു ദൂരമല്ലാതെ അവൻ മുന്നോട്ട് നടന്നിട്ടില്ല എന്നാണ് പറയുന്നത്. ദ പാത്ത് വാസ് സ്റ്റീപ്പ് ആൻഡ് ദ ബോയ് ഹാഡ് ടു റൺ മോസ്റ്റ് ഓഫ് ദ ടൈം. വഴി വളരെ സ്റ്റീപ്പ്, ഇറക്കമുള്ളതായിരുന്നു. അതുകൊണ്ട് നടക്കുന്നതിന് പകരം ഏകദേശം സമയവും അവൻ ഓടുകയാണ് ചെയ്തതെന്നാണ് പറയുന്നത്. ഇറ്റ് വാസ് എ ഡിസി വൈൻഡിങ് പാത്ത്. ഡിസി എന്ന് വെച്ചാൽ കറങ്ങുന്ന, വൈൻഡിങ് എന്ന് വെച്ചാൽ വളവും തിരിമുള്ള ഒരു പാത്തായിരുന്നു, വഴിയായിരുന്നു. ആൻഡ് ഹി സ്ലിപ്പ് വൺസ് ഓർ ട്വൈസ്. 1-2 തവണ അവൻ എന്ത് ചെയ്യുകയായിരുന്നു, സ്ലിപ്പ് ചെയ്തിട്ടുണ്ട്. സ്ലിപ്പ് എന്ന് വെച്ചാൽ നമ്മൾ ചിറക്കി വീഴുന്നു എന്ന് പറയില്ലേ, അതാണ്. The hill was covered with lush green ferns. The trees were wound in creepers, and a great wild dahlia suddenly reared its golden head from the leaves and ferns. അപ്പോൾ ആ കാട്ടിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഒരുപാട് ഗ്രീൻ ഫേൺസ് എന്ന് വെച്ചാൽ മുള്ളുള്ള ചെടികളെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പിന്നെ ഒരുപാട് ട്രീസ്, അതിൽ ചുറ്റി നിൽക്കുന്ന ക്രീപ്പേഴ്സ് എന്ന് വെച്ചാൽ ഈ വള്ളിച്ചെടികളില്ലേ മരത്തിന് ചുറ്റി നിൽക്കുന്നത്, അങ്ങനെയാണ്. പിന്നെ ഒരു ഗ്രേറ്റ് വൈറ്റ് ഡാലിയ എന്ന് വെച്ചാൽ നമ്മൾ ഈ കാട്ടുപൂ എന്ന് പറയില്ല, അതാണ് വൈൽഡ് ഡാലിയ എന്ന് കൊടുത്തിട്ടുള്ളത്. അതെന്ത് ചെയ്യുകയാണ്, അതിൻ്റെ ഗോൾഡൻ ഹെഡ് വിടർത്തി എന്തോന്നാണ് ലീവ്സിൻ്റെയും ഫേൺസിൻ്റെയും ഇടയിൽ നിന്ന് അതിൻ്റെ ഗോൾഡൻ ഹെഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു മഞ്ഞ കളർ അല്ലെങ്കിൽ ഒരു ഗോൾഡൻ കളർ തുറന്ന് കാണിക്കുകയാണ്. പൂ വിരിയുന്ന സമയം, അതായത് രാവിലെ 11 മണിക്ക് സാധാരണ പൂ വിരിയാറില്ല, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ അതിൻ്റെ ഗോൾഡൻ ഹെഡ് വിടർത്തി എന്ത് ചെയ്യുകയാണ്, അത് പുറത്തോട്ട് വരികയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ബോയ്ക്ക് ഇതൊരു അത്ഭുത കാഴ്ചയാണെന്ന് വേണമെങ്കിൽ പറയാം. Soon the boy was in the valley and the path straightened out and rose. ഉടനെ തന്നെ അവൻ എവിടെ എത്തി, വാലിയിലെത്തി. അതായത് ഹില്ല് കടന്ന് അവൻ എവിടെ എത്തി, വാലിയിലെത്തി. പെട്ടെന്ന് തന്നെ അവൻ്റെ മുന്നിലുള്ള വഴികൾ സ്ട്രെയിറ്റ് ആയി തുറന്നു കൊടുത്തു. ഓക്കെ, ഇപ്പോൾ ഇത്രയും നേരം സ്റ്റീപ്പ് റോഡായിരുന്നു, അതായത് ഇറക്കമുള്ള റോഡായിരുന്നു. ഇപ്പോൾ എങ്ങനത്തെ റോഡാണ്, സ്ട്രെയിറ്റ് റോഡാണ്. He met a girl who was coming
ഫ്രം ദ ഓപ്പോസിറ്റ് ഡിറക്ഷൻ. തൻ്റെ എതിർദിശയിൽ നിന്ന് വരുന്ന ഒരു ഗേളിനെ അവൻ കണ്ടു. ഷീ ഹെൽഡ് എ ലോങ് കർവ്ഡ് നൈഫ് വിത്ത് ഷീ ഹാഡ് ബീൻ കട്ടിംഗ് ഗ്രാസ്. അവളുടെ കയ്യിൽ ഒരു കർവ്ഡ് നൈഫ്, ലോങ് കർവ്ഡ് നൈഫ് എന്ന് വെച്ചാൽ വളവുള്ള നീളമുള്ള കത്ത്, നമ്മൾ അരിവാളെന്ന് പറയില്ല, അതുണ്ടായിരുന്നു. അവൾ അത് വെച്ച് എന്ത് ചെയ്യുക, നമ്മൾ ഗ്രാസ് കട്ട് ചെയ്യുകയായിരുന്നു. The bangles she wore made music when she moved her hands, and it was as though the hands spoke a language of their own. അവളുടെ കയ്യിൽ കുറച്ച് വളകൾ ഉണ്ടായിരുന്നു. അവൾ ചലിക്കുന്നതനുസരിച്ച് ആ വളകൾ തട്ടി അതിൽ നിന്നൊരു മ്യൂസിക്കൽ സൗണ്ട് വരുന്നു എന്നാണ് പറയുന്നത്. അതിനിവിടെ എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് എന്ന് വെച്ചാൽ ആ വളകൾ അവരുടേതായ ഒരു ഭാഷ, ലാംഗ്വേജ് സംസാരിച്ചു എന്നാണ് ഇവിടെ പറയുന്നത്. ഒരു എക്സ്പ്രഷനാണ്, വളകളുടെ ആ ഒരു ഭംഗി കാണിക്കാൻ വേണ്ടി കൊടുത്തിരിക്കുന്നതാണ്. How far is it to the river? asked the boy. ബോയ് അവളോട് ചോദിച്ചു, ഇവിടെ നിന്ന് റിവറിലേക്ക് ഇനി എത്ര ദൂരമുണ്ട്? The girl had obviously never been to the river, or she may have been thinking of another one, because she said 20 miles without any hesitation. ഒരു ഹെസിറ്റേഷൻ എന്ന് വെച്ചാൽ ഒരു മടിയും കൂടാതെ പെട്ടെന്ന് അവൾ പറഞ്ഞു 20 മൈൽസ് എന്ന്. അപ്പോൾ ബോയ്ക്ക് തോന്നിയതെന്ന് വെച്ചാൽ ഒന്നുകിൽ അവൾ ആ റിവറിൽ പോയിട്ടില്ല, അല്ലെങ്കിൽ റിവറിനെ കുറിച്ച് അറിയില്ല, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു റിവറിനെ കുറിച്ചായിരിക്കും പറയുന്നത്. അതായത് ഒരാളൊരു ചോദ്യം ഒരാളോട് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ പെട്ടെന്ന് ഉത്തരം പറയുകയാണെങ്കിൽ അതിന് രണ്ടാണ് അർത്ഥം. ഒന്നുകിൽ അവർ ഉദ്ദേശിച്ചതായിരിക്കില്ല നമ്മൾ പറഞ്ഞതായിരിക്കില്ല അവർ ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ അവർ പറയുന്നത് വേറെ ഏതെങ്കിലും കുറിച്ചായിരിക്കും. ഓക്കെ, അപ്പോൾ കള്ളം പറയുകയാണ്, നമുക്ക് പറയാൻ പറ്റില്ല. ദ ബോയ് ലാഫ്ഡ് ആൻഡ് റാൻ ഡൗൺ ദ പാത്ത്. അവളെ നോക്കി ചിരിച്ചുകൊണ്ട് ആ ബോയ് ആ വഴിയിലേക്ക് ഓടിപ്പോയി. എ പാരറ്റ് സഡൻലി സ്ക്രീച്ച്ഡ്, flew low over his head, a flash of red and green. പെട്ടെന്നൊരു തത്ത അവൻ്റെ തലയ്ക്ക് മുകളിൽ കൂടി ഉറക്കെ വിളിച്ചുകൊണ്ട് പറന്നുപോയി. അവൻ ആ തത്തയുടെ റെഡ് കളറും ഗ്രീൻ കളറും മാത്രമേ കണ്ടു എന്നാണ് പറയുന്നത്. The bird disappeared amongst the tree. ആ മരങ്ങളുടെ ഇടയിലേക്ക് ആ ബേർഡ്, ഏതാണ് ആ ബേർഡ്? പാരറ്റ്, മറഞ്ഞു പോയെന്നാണ് പറയുന്നത്. A trickle of water came from the hillside and the boy stopped to drink. ട്രിക്കിൾ ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ ഇറ്റിറ്റ് വീഴുന്ന വെള്ളത്തുള്ളികളെയാണ് ട്രിക്കിൾ ഓഫ് വാട്ടർ എന്ന് പറയുന്നത്. അത് ഹിൽ സൈഡിൻ്റെ സൈഡിൽ കൂടി എന്ത് ചെയ്യും, വീഴുകയായിരുന്നു. ബോയ് അതിൽ നിന്ന് കുറച്ച് കുടിച്ചു. ദ വാട്ടർ വാസ് കോൾഡ് ആൻഡ് ഷാർപ്പ് ബട്ട് വെരി റിഫ്രഷിംഗ്. ആ വാട്ടർ വളരെ തണുപ്പുള്ളതും വളരെ ക്ലീനുമായിരുന്നു, പക്ഷേ വളരെ റിഫ്രഷിംഗ് എന്ന് വെച്ചാൽ ഉന്മേഷം തരുന്നതായിരുന്നു. However, it seemed to have the effect of making him more thirsty. പക്ഷെ ആ വെള്ളം കുടിച്ചതിന് ശേഷം, ആ ട്രിക്കിൾ ഓഫ് വാട്ടർ കുടിച്ചതിന് ശേഷം ബോയ്ക്ക് തോന്നിയത് എന്തെന്ന് വെച്ചാൽ അത് അവനെ പിന്നെയും തേഴ്സ്റ്റി എന്ന് വെച്ചാൽ ദാഹമുണ്ടാക്കി എന്നാണ് പറയുന്നത്. നമ്മൾ ഈ ഉപ്പ് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ പിന്നെയും നമുക്ക് ദാഹം ഉണ്ടാവില്ല, അതേപോലെയാണ് ഇവിടെ ആ ബോയ്ക്ക് തോന്നിയത് എന്നാണ് പറയുന്നത്. The sun was striking his side of the hill and the dusty path became hotter, the stones scorching the boy's feet. അപ്പോൾ ഇനി അവിടുത്തെ പ്രകൃതിയുടെ കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. സൂര്യൻ തലയ്ക്ക് മുകളിലായിട്ട് കത്തി ജ്വലിച്ച് നിൽക്കുകയാണ്. അവൻ്റെ ആ ഒരു പാത്ത്, നടക്കുന്ന വഴി വളരെ ഡസ്റ്റി, പൊടി പിടിച്ചതും പിന്നെ വളരെ ചൂടുള്ളതുമാണ്. പിന്നെ ദ സ്റ്റോൺ സ്ക്രോച്ചിങ് ദ ബോയ്സ് ഫീറ്റ്. അപ്പോൾ ചെരുപ്പിടാതെയാണ്, ബെയർ ഫുഡ് ആടാനാണ് ആ ബോയ് നടക്കുന്നതെന്ന് ആദ്യം പറഞ്ഞു. അപ്പോഴേക്കും അവൻ്റെ കാലിലുള്ള ആ ഒരു മുറിവുകളും കാര്യങ്ങളും നമ്മൾ നേരത്തെ പറയുന്നുണ്ട്. അവിടെയെല്ലാം വളരെ ചൂടാകുന്നു എന്നാണ് പറയുന്നത്. ആ വഴിയിൽ ചൂട് പിടിച്ച് കിടക്കുന്ന കല്ലുകളെല്ലാം അവൻ ചവിട്ടുമ്പോൾ അതിൽ നിന്നുള്ള ചൂട് അവൻ്റെ കാലിലേക്ക് പോകുന്നു എന്നാണ് പറയുന്നത്. He was sure he had gone halfway. He had walked for over an hour. അവൻ ഉറപ്പായിരുന്നു അവൻ ഏകദേശം പകുതിയോളം ദൂരം കടന്നുവെന്ന്. കാരണം എന്താണ്? ഏകദേശം 1 മണിക്കൂറോളം അവൻ നടന്നിരുന്നു എന്ന് അവന് ഉറപ്പായിരുന്നു. അതുകൊണ്ടാണ് അവന് തോന്നിയത് ഏകദേശം പകുതി ദൂരം അവൻ കടന്നു കഴിഞ്ഞു എന്ന്. Presently, he saw another boy ahead of him, driving a few goats down the path. ഉടനടി അവൻ മറ്റൊരു ബോയെ കണ്ടു. ആ ബോയ് എന്ത് ചെയ്യുകയാണ്? ആ വഴിയുടെ താഴോട്ടായിട്ട് കുറച്ച് ആട്ടിൻകുട്ടികളെ ഓട്ടിച്ചുകൊണ്ട് പോവുകയാണ്. ആട്ടിടയൻ എന്ന് വേണമെങ്കിൽ പറയാം. How far is the river? he asked. ആ ബോയോട് അവൻ ചോദിച്ചു, എത്ര ദൂരമാണ് ഇനി റിവറിലേക്കെന്ന്. The village boy smiled in a friendly way and said, oh, not far, just round the next hill and straight down. അതായത് ഒരുപാട് ദൂരമൊന്നുമില്ല, കുറച്ചുകൂടി കഴിഞ്ഞ് ഒരു ഹില്ല് വരുന്നു, അത് കഴിഞ്ഞ് ഒരു സ്ട്രേറ്റ് ഡൗൺ റോഡ് എന്നാണ് പറഞ്ഞത്. ഇത് അവൻ വളരെ ചിരിച്ചുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. ദ ബോയ് ഫീലിംഗ് ഹംഗ്രി unwrapped his loaf of bread and broke it in halves, offering one portion to the village boy. They sat on the hillside and ate in silence. നമ്മുടെ ബോയ്ക്ക് വളരെയധികം വിശപ്പ് തോന്നുകയാണ് ഇപ്പോൾ. എന്തോ ചെയ്തു അവൻ വിശപ്പ് മാറ്റാൻ വേണ്ടി? താൻ പൊതിഞ്ഞു കൊണ്ടുവന്ന ആ ഒരു ലോഫ് ഓഫ് ബ്രെഡ് അൺറാപ്പ് എന്ന് വെച്ചാൽ പൊതിയഴിച്ച് അതിനെ പകുതി മുറിച്ച് ഒരു ഭാഗം ആ വില്ലേജ് ബോയ്ക്ക് കൊടുത്തു. അവർ രണ്ടുപേരും വളരെ സൈലൻ്റ് ആയിട്ട് അവിടെ ഇരുന്ന് ആഹാരം കഴിക്കുകയാണ്. When they had finished, they walked on together and began talking.
The boy did not notice the smarting of his feet and the heat of the sun and the distance he had covered and the distance he had yet to cover. ആഹാരം കഴിച്ചു കഴിഞ്ഞതും അവർ രണ്ടുപേരും ഒരുമിച്ച് സംസാരിച്ച് ആ വഴിയിലൂടെ നടന്നു പോവുകയാണ്. ഇപ്പോൾ നമ്മുടെ ബോയ് തൻ്റെ കാലിലുണ്ടായിരുന്ന ആ ഒരു ചൂടും മുറിവുകളും പിന്നെ സൂര്യൻ്റെ ആ ഒരു ചൂട്, താൻ എത്ര ദൂരമാണ് നടന്നു കഴിഞ്ഞത്, ഇനി എത്ര ദൂരമാണ് തനിക്ക് നടക്കേണ്ടതുള്ളത് എന്നെല്ലാം അവൻ മറന്നുപോയി എന്നാണ് പറയുന്നത്. But after some time, his companion had to diverge along another path and the boy was once more on his own. കുറച്ച് കഴിഞ്ഞതും നമ്മുടെ ബോയുടെ കമ്പാനിയൻ എന്ന് വെച്ചാൽ കൂടെയുള്ളത് ആണ്, വലിയ വില്ലേജ് ബോയ് ആണ്. ആ വില്ലേജ് ബോയ്ക്ക് തിരിഞ്ഞ് വേറൊരു വഴിയിലേക്ക് പോകേണ്ടി വന്നു. ഡൈവേർജ് എന്ന് വെച്ചാൽ തിരിഞ്ഞു പോവുക. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ബോയ് ഒറ്റയ്ക്കാണ്. ഹി മിസ് ദ വില്ലേജ് ബോയ്, ഹി കുഡ് നോട്ട് ബി സീൻ. ആ വില്ലേജ് ബോയെ അവൻ ഇപ്പോൾ ഒരുപാട് മിസ് ചെയ്യുന്നു, കാരണം അവനെ ഇപ്പോൾ കാണാനേയില്ല. ഹിസ് ഓൺ ഹോം വാസ് ആൾസോ ഹിഡൻ ഫ്രം വ്യൂ ബൈ ദ സൈഡ് ഓഫ് ദ മൗണ്ടൻ. മൗണ്ടൻ്റെ ആ ഒരു സൈഡ് കാരണം തൻ്റെ വീട് പോലും ഇപ്പോഴെന്താണ് അവന് കാണാൻ പറ്റുന്നില്ല, മറഞ്ഞിരിക്കുകയാണ്. ദ റിവർ വാസ് നോട്ട് ഇൻ സൈറ്റ് ഈതർ. താൻ കാണാൻ പോകുന്ന റിവറും ഇപ്പോൾ അവൻ്റെ മുന്നിലില്ല. ഹീ ബിഗൻ ടു ഫീൽ ഡിസ്കറേജ്ഡ്. അവന് വളരെ നിരുത്സാഹം തോന്നാൻ തുടങ്ങി. നിരുത്സാഹം എന്ന് വെച്ചാൽ അവൻ എന്ത് ചെയ്യില്ല, ഒരു ഉന്മേഷം കുറഞ്ഞു തുടങ്ങിയെന്നാണ് പറയുന്നത്. ഹി വാസ് സോറി ഹി ഹാഡ് ഫിനിഷ്ഡ് ദ ബ്രെഡ്, ഹി മൈറ്റ് വാണ്ട് ഇറ്റ് ലേറ്റർ. താൻ കൊണ്ടുവന്ന ബ്രെഡ് മൊത്തത്തോടെ കഴിച്ചു തീർത്തതിൽ അവനിപ്പോൾ വളരെ വിഷമം തോന്നുകയെന്നാണ് പറയുന്നത്. കാരണം ചിലപ്പോൾ ഇനി അവന് ആവശ്യം വന്നാലോ, കുറച്ച് കഴിഞ്ഞ് വിശന്നാവൻ എന്ത് ചെയ്യും. ഹി വാസ് ഡിറ്റർമിൻഡ് ടു സീ ദ റിവർ. ആ റിവറിനെ കാണാൻ അവൻ വളരെ ഡിറ്റർമിൻഡാണ്. ഡിറ്റർമിൻഡ് എന്ന് വെച്ചാൽ അതിയായ ആഗ്രഹത്തോടെയാണ് അവൻ ഇരിക്കുന്നത്. ഹി വാക്ക്ഡ് ഓൺ along the hot dusty stony path past mud huts and terraced fields until there were no more fields or huts, only forest and sun and loneliness. അപ്പോൾ അവൻ ഒരുപാട് ദൂരം കടന്നു കഴിഞ്ഞു. ഓക്കെ, ചൂട് പിടിച്ച, പൊടി പിടിച്ച, കല്ലുകൾ നിറഞ്ഞ, പിന്നെ കടന്ന് വരുന്ന സ്ഥലത്ത് അവൻ വേറെ എന്തോ കണ്ടു, ഒരുപാട് മഡ് ഹട്ട്സ് എന്ന് വെച്ചാൽ ചെളി കൊണ്ട് നിർമ്മിച്ച വീട്, പിന്നെ ടെറസ്ഡ് വീട് എന്ന് വെച്ചാൽ നിങ്ങൾ ഈ റബ്ബറൊക്കെ നട്ടിരിക്കുന്ന ആ ഒരു സ്ഥലം കണ്ടിട്ടില്ലേ, തട്ടായിട്ട്, അതാണ് ടെറസ്ഡ് ഫീൽഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ അവൻ നടക്കുന്ന വഴിയിൽ ഒരു ഫീൽഡോ ഒരു ഹട്ടോ ഒന്നുമില്ല, ഫോറസ്റ്റും സണ്ണും പിന്നെ ലോൺലിനെസ്, ഒറ്റപ്പെടൽ മാത്രമാണ് ഉള്ളത്. ഓക്കെ, നൗ ദെയർ വാസ് നോ man or any sign of man's influence, only trees and rocks and bramble and flowers, only silence. ഇപ്പോൾ മനുഷ്യൻ്റെ ഇൻഫ്ലുവൻസോ മനുഷ്യൻ്റെ പെരുമാറ്റങ്ങളോ തരുന്ന ഒരു സംഭവമോ ഒരു വസ്തുവോ അവിടെ ഇല്ല. ഇപ്പോൾ ട്രീസും റോക്സും ചെടികളും പൂക്കളും മാത്രമാണുള്ളത്, പിന്നെ സൈലൻസ് എന്ന് പറയാൻ കാരണം ആ കാട്ടിൽ അവനിപ്പോൾ ഒറ്റയ്ക്കാണ്. The silence was impressive and a little frightening. It was different from the silence of a room or street. It was the silence of space, of the unknown, the silence of God. ഇവിടുത്തെ സൈലൻസ് അവന് വളരെ ഇംപ്രസീവ് എന്ന് വെച്ചാൽ വളരെ മനോഹരമായിട്ട് തോന്നി. പക്ഷേ അതോടൊപ്പം അത് കുറച്ച് ഫ്രൈറ്റനിങ് എന്ന് വെച്ചാൽ അല്പം പേടിയുള്ളതാക്കുന്നതുമായിട്ടാണ് അവന് തോന്നിയത്. കാരണം എന്തെന്ന് വെച്ചാൽ അവൻ ഇതുവരേക്ക് അനുഭവിച്ചിട്ടുള്ള ആ ഒരു സൈലൻസിൽ നിന്ന് വളരെ വ്യത്യാസമാണ്. ഒരു റൂമിൻ്റെ സൈലൻസ് അല്ലെങ്കിൽ ഒരു സ്ട്രീറ്റ് എന്ന് വെച്ചാൽ ഒരു തെരുവിൻ്റെ സൈലൻസിൽ നിന്നും വളരെ വ്യത്യസ്തപ്പെട്ട ഒരു സൈലൻസാണ് ഈ സൈലൻസ്. ആ സൈലൻസിന് എങ്ങനെയാണ് ഇവിടെ പറയുന്നത്? ഇറ്റ് വാസ് ദ സൈലൻസ് ഓഫ് ദ സ്പേസ്. എന്ന് വെച്ചാൽ നിങ്ങൾ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടോ, ഈ ബഹിരാകാശത്ത് നമ്മുടെ ഭൂമിക്ക് മുകളിലോട്ട് ഒരുപാട് പോകുമ്പോൾ പിന്നെ അവിടെ ഫുള്ളും നിശബ്ദതയാണ്, ആ പോലത്തെ സൈലൻസ്. പിന്നെ ഓഫ് ദ അൺനോൺ എന്ന് വെച്ചാൽ തനിക്ക് അറിയില്ലാത്ത സ്ഥലങ്ങളുടെ സൈലൻസ്. ദ സൈലൻസ് ഓഫ് ദി ഗോഡ് എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ സൈലൻസ്. അതായത് നമ്മുടെ ഈ ആരാധനാലയങ്ങളിലൊക്കെ വളരെയധികം നിശബ്ദതയില്ലേ, ആ ഒരു എക്സ്പ്രഷനാണ് ഇവിടെ ബേസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കേണ്ട, വളരെയധികം സൈലൻസ് ആണ്. ആ സൈലൻസിന് വളരെയധികം ഇഷ്ടവും തോന്നുന്നു, വളരെയധികം പേടിപ്പിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ദെൻ as the boy rounded a sharp bend, the silence broke into sound. ഉടനെ തന്നെ ആ ബോയ് എന്ത് ചെയ്തു, ഒരു ഷാർപ്പ് ബെൻഡ്, ഒരു നല്ല വളവ് തിരിഞ്ഞു വന്നത് ആ സൈലൻസ് ഒരു സൗണ്ട് കാരണം ബ്രേക്ക് ചെയ്ത നിശബ്ദത അവിടെ നിന്നും മാറിയെന്നാണ് പറയുന്നത്. എ സഡൻ റോറിംഗ് സൗണ്ട്, ദ സൗണ്ട് ഓഫ് ദ റിവർ. ഒരു അലറിക്കൊണ്ടുള്ള ശബ്ദം. ആരുടെ ശബ്ദമായിരുന്നു അത് റിവറിന്റെ ശബ്ദമായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ആ സൈലൻസിനെ ബ്രേക്ക് ചെയ്ത് കൊണ്ടുവന്ന സൗണ്ട് ഏതാണ്? ദ റോറിംഗ് സൗണ്ട് ഓഫ് ദ റിവർ. ഫാർ ഡൗൺ ഇൻ ദ വാലി ദ റിവർ ടംബിൾഡ് ഓവർ റോക്സ്. ആ വാലിയുടെ ഒരുപാട് താഴെ ആയിട്ട് ആ റിവർ എന്ത് ചെയ്യുകയാണ്? പാറകൾക്ക് മുകളിൽ കൂടെ ഒഴുകി പോവുകയാണ്. ദ ബോയ് ഗ്യാസ്ഡ് ആൻഡ് ബിഗൻ ടു റൺ. ശ്വാസം പിടിച്ചുകൊണ്ട് അവൻ എന്ത് ചെയ്യുകയാണ്? ഓടാൻ തുടങ്ങി. ഹി സ്ലിപ്ഡ് ആൻഡ് സ്റ്റംബിൾഡ് ബട്ട് സ്റ്റിൽ ഹി റാൻ. അവൻ കാലിടറി വീഴുന്നെങ്കിലും പിന്നെയും എണീറ്റോടി. ദെൻ ഹി വാസ് ആങ്കിൾ ഡീപ് ഇൻ ദ പെയിൻഫുള്ളി കോൾഡ് മൗണ്ടൻ വാട്ടർ. മുട്ടോളം വെള്ളത്തിൽ അവനിപ്പോൾ ഇവിടെ നിൽക്കുകയാണ്. ആ പെയിൻഫുള്ളി കോൾഡ് മൗണ്ടൻ റിവർ. പെയിൻഫുള്ളി കോൾഡ് എന്ന് വെച്ചാൽ വളരെയധികം വേദനിപ്പിക്കുന്ന രീതിയിലുള്ള തണുപ്പെന്നാണ് അവിടെ പറയുന്നത്. ആ മൗണ്ടൻ റിവറിൽ അവൻ നിൽക്കുകയാണ്. ആൻഡ് ദ വാട്ടർ വാസ് ബ്ലൂ ആൻഡ് വൈറ്റ് ആൻഡ് വണ്ടർഫുൾ.
ആ വാട്ടറിന് എങ്ങനെയാണ് അവിടെ പറയുന്നത്? വളരെ ബ്ലൂ എന്ന് വെച്ചാൽ നീല കളർ, പിന്നെ വൈറ്റ് വെള്ള കളർ, പിന്നെ വണ്ടർഫുൾ മനോഹരം എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ റസ്കിൻ ബോണ്ടിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, അതൊന്ന് വായിച്ചു നോക്കുക. ഈ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർ എന്ത് ചെയ്യുക, അതിൽ ചെന്ന് കാണുക, നോട്ട് പകർത്തുക. ഓക്കെ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് തരിക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക. ഈ ചാനലിൽ ആദ്യമായിട്ടാണ് നിങ്ങൾ വരുന്നതെങ്കിൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.